ഈ ഇവിടെ ശ്രീ അജയ് തറയിൽ പറഞ്ഞതും ഏതാണ്ട് സമാനമായ വാദമാണ്. ഈ തരത്തിലല്ലെങ്കിലും അദ്ദേഹം പറഞ്ഞതും നിങ്ങളുടെ ടോട്ടൽ വോട്ട് പെർസെൻറ്റേജ് കുറയും എന്നുള്ളതാണ്. ഇവിടുത്തെ ചോദ്യം കുറെ കൂടി സ്പെസിഫിക് ആണ്. ഈ പറഞ്ഞ മണ്ഡലങ്ങൾ കണ്ണൂര്, വടകര, കോഴിക്കോട്, എറണാകുളം, കൊല്ലം തുടങ്ങിയ മണ്ഡലങ്ങളിൽ 2014 കിട്ടിയ വോട്ട് പെർസെൻറ്റേജ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ? നിങ്ങളുടെ ടോട്ടൽ വോട്ട് പെർസെൻറ്റേജ് എന്തോ ആവട്ടെ, ഈ പെർസെൻറ്റേജിന്റെ വ്യത്യാസം എന്തായിരിക്കും? അഭിലാഷേ, ഈ ചോദ്യം നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷമാണ് നമ്മൾ ചർച്ച നടത്തുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയുന്നത് പോലെയാണ് റഹീം സംസാരിക്കുന്നത്. ഞാൻ റഹീമിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. റഹീം പറയുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ്. എന്ന് വെച്ചാൽ അലിഗേഷൻ എനിക്കൊരു 100 പറയാൻ പറ്റും. ഞങ്ങളുടെ രാഷ്ട്രീയ ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു സീറ്റ് പോലും, ഞാൻ ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇടതുപക്ഷം വളരെ ഫ്രാങ്കായിട്ട് ഞാൻ പറയാണ്, ഇടതുപക്ഷം കേരളം ഭരിക്കുന്നതിനോട് BJPക്ക് വലിയ വിരോധമാണ് എന്ന് നിങ്ങൾ ധരിക്കേണ്ട. ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഭാരതീയ ജനതാ പാർട്ടി മുന്നിലേക്ക് വെക്കുന്ന കേരളത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ചർച്ചയല്ലേ. യു ജസ്റ്റ് ലിസൺ. ഞാനൊന്ന് പറയട്ടെ. എനിക്കതുകൊണ്ട് എന്താ ഗുണോ? ഞാൻ പറഞ്ഞു വരട്ടെ. നിങ്ങളാ പറഞ്ഞ അർത്ഥമില്ല. ഞാനൊന്ന് പറഞ്ഞു വരട്ടെ. ഇതൊരു സീരിയസ് ആയിട്ടുള്ള ചർച്ചയാണെങ്കിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് ഇടപെടും. അതല്ലെങ്കിൽ വായി തോന്നി പറയാനാണ് പിന്നെ എനിക്കത് ചെയ്യേണ്ടി വരും. ഇതൊക്കെ അറിയുന്ന ആളാണ്, എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. ഞാൻ പറഞ്ഞു വന്നത്, ഒരു സീറ്റ് കോൺഗ്രസിന്റെ കുറയ്ക്കുക എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ്. ഓൾ ഇന്ത്യ തലത്തിൽ ഒരു സീറ്റ് കോൺഗ്രസിന്റെ കുറയ്ക്കണം, അത് ഞങ്ങളുടെ തീരുമാനമാണ് ഓൾ ഇന്ത്യ തലത്തിൽ. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഈ പ്രബുദ്ധമായിട്ടുള്ള വേദിയിൽ. രണ്ടാമത്തെ കാര്യം, എന്തിനാണ് ഞങ്ങൾ കോൺഗ്രസിനെ കേരളത്തിൽ വളർത്തുന്നത്? കോൺഗ്രസിന്റെ, അതായത് റഹീം മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, കോൺഗ്രസിന്റെ വോട്ടിംഗ് പാറ്റേണിലേക്ക് വരുന്ന, ഞാനൊരു അക്കാഡമിക്കായിട്ടാണ് സംസാരിക്കുന്നത്, കോൺഗ്രസിന്റെ വോട്ടിംഗ് പാറ്റേണിലേക്ക് വരുന്ന ഒരു വിഭാഗമാണ് BJPയുടെ വോട്ടിംഗ് പാറ്റേണിൽ നിൽക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിനെ കൊല്ലുക രാഷ്ട്രീയമായിട്ട് എന്നുള്ളത് BJPയുടെ രാഷ്ട്രീയ ലൈനാണ്. ഞാൻ പറയട്ടെ അഭിലാഷ്, പറയട്ടെ. ഇത് എല്ലാ കാലഘട്ടത്തിലും, ഇപ്പോൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഭാരതീയ ജനതാ പാർട്ടി കോൺഗ്രസുമായിട്ട് സഖ്യമുണ്ടാക്കി എന്നുണ്ടെങ്കിൽ അത് പൂർവ്വകാലമാണ്, കോലീബി എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ കൃത്യമായിട്ട്, ഞാൻ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റാണ്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു കോൺഗ്രസ് ആണ് മെയിൻ ശത്രു, ഞങ്ങൾ ഇടതുപക്ഷവുമായിട്ട് ഇടതുപക്ഷവുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് ഈ ചർച്ചയിൽ കൃത്യമായി പറയുന്നത്, അതുകൊണ്ട് ഈ ബാലിശമായിട്ടുള്ള വാദം മാറണം. അത് പരാജയത്തിന്റെ ഒരു ബാലിശവാദമാണ്. അല്ല, അവിടെ ഞാൻ തീർത്തോട്ടെ, പരാജയത്തിന്റെ ബാലിശവാദമാണ് റഹീം ഉന്നയിക്കുന്നത്. മറ്റൊരു വിഷയം, ഒരു ആന്റി മോഡി ഫാക്ടറാണ് കേരളത്തിൽ എന്ന് ഇവിടെ 2-3 ആളുകൾ സൂചിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ സർ, 2014 നിങ്ങൾ പറയുന്നത് കുറേ ആളുകൾക്ക് മോഡി ഫാനുകളായി, കുറേ ആളുകളെ മോഡിയെ അട്രാക്ട് ചെയ്തു, അങ്ങനെ കിട്ടിയതാണ് മോഡിക്ക് 2014 വോട്ടെന്നൊക്കെയാണ് ഇവിടെ ചർച്ചകളിൽ പലപ്പോഴും പറഞ്ഞത്. അങ്ങനെയാണ് 2014 വോട്ടിനേക്കാൾ കുറയണം ആന്റി മോഡി ഫീലിംഗ് ആണെങ്കിൽ, ഞാൻ ഇവിടെ വെച്ച് പറയുന്നു, ഞാൻ അത് കറക്റ്റ് കുറയണമല്ലോ. നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ 2014 വോട്ടിംഗ് പാറ്റേണിനേക്കാൾ കുറയണം നാച്ചുറലി. അതാണ് ഞാൻ പറയണേ. നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്കത് കാണാം. ഭാരതീയ ജനതാ പാർട്ടി, യു ക്യാൻ ഡെഫിനറ്റ്ലി ആസ്ക്. ഈ മെത്തഡോളജി ഒന്ന് ചോദിക്കാനാണ് അത് എനിക്കറിയാനുള്ള താല്പര്യം. താങ്കളുടെ പാർട്ടിക്ക് കേരളത്തിൽ ആകെയുള്ള വോട്ടുകളുടെ പെർസെന്റേജ് കൂടുമെന്നോ അതോ പ്രാദേശികമായിട്ടുള്ള വിജയം കൈവരിക്കും, എന്താണ് താങ്കൾക്ക് തുറന്നു പറയാമല്ലോ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, ഈ പെർസെന്റേജ് താങ്കൾ കേരളത്തിന് ഞാൻ പറയാം, ജസ്റ്റ് വെയിറ്റ്. അതായത് 20 പാർലമെന്റ് നിയോജക മണ്ഡലത്തിലും ജയിക്കാൻ പ്രാപ്തിയുള്ള ഒരു പാർട്ടിയല്ല BJP. ഞങ്ങൾ വി ആർ അഡ്മിറ്റിംഗ് അവർ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. 20 സ്ഥലത്തും ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല. പക്ഷെ 10 വർഷം മുമ്പ് ഒരു പാർലമെന്റ് സീറ്റിൽ പോലും BJP 2ാം സ്ഥാനത്ത് വരും എന്ന ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നില്ല. ബട്ട് നൗ, ഇന്ന് 10 വർഷം കഴിഞ്ഞ് ഈ സമയത്ത് BJP ജയിക്കും എന്നൊരു തോന്നലും, ഞങ്ങൾ ജയിക്കുമെന്ന് ഉറച്ചു പറയുന്നു 1, 2, 3 സ്ഥലത്ത്. സോ വി ആർ നാച്ചുറലി നാച്ചുറലി വി ആർ ഗ്രോയിങ്. സീറ്റും കിട്ടുമെന്നാണോ പറയുന്നത്? വോട്ട് ഷെയർ കൂടും, കേരളത്തിൽ ആകമാനമുള്ള വോട്ട് ഷെയർ കൂടുമെന്നും സീറ്റ് 1, 2 കിട്ടുമെന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായും. അതായത് 2014, അതാ ഞാൻ പറഞ്ഞത്, 2 കാരണമുണ്ട്. ആന്റി മോഡി ഫീലിംഗ് ആണെങ്കിൽ 2014 കുറയണം.
അതെ അല്ല അതിന് പക്ഷെ മറ്റ് പല മറ്റ് പല ഘടകങ്ങളുണ്ടല്ലോ. ഒരു- മോഡിയിൽ അല്ല, അഭിലാഷ്, മാത്രമല്ലല്ലോ അഭിലാഷ്, ഇവിടെ മറ്റു ഘടകങ്ങളെ കുറിച്ച് പറയുന്നതിനോടൊപ്പം തന്നെ ഒരു മോഡി വിരുദ്ധത ഇവിടെ പ്രകടിപ്പിച്ചതുകൊണ്ടാണ് മോഡി ഒരു പ്രധാന മോഡി വിരുദ്ധത issue ആണല്ലോ. പ്രകടിപ്പിച്ചതുകൊണ്ടാണ്. നിങ്ങൾക്ക് കിട്ടുന്ന വോട്ട് അല്ല, ഈ ഞാൻ ഒരു മോഡി മിനിറ്റ്, ഫാക്ടറിൽ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, മാത്രമല്ലല്ലോ. ഒരു മിനിറ്റ്. ശബരിമല എന്ന് പറയുന്നത് തെക്കൻ കേരളത്തിൽ വളരെ പ്രധാനമാണ്, ശബരിമല വിഷയം. പക്ഷെ വടക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ ശബരിമല, ഞാൻ ഫാക്ടറായിട്ട് പറയാണ്, തെക്കൻ കേരളത്തെക്കാൾ വടക്കൻ കേരളത്തിൽ ശബരിമലയുടെ ഇമ്പാക്ട് കുറവാണ്. മധ്യ കേരളത്തിലോ തെറ്റാണ് അത്. താങ്കളുടെ ജില്ലയിൽ തെറ്റാണ് ധാരണ. ഒന്ന് പറയാൻ അറിയണ്ടേ ഇത് ചർച്ച മനസ്സിലാക്കാനല്ലേ? അല്ലല്ല, ഞാൻ നമ്മൾ ചർച്ച ചെയ്യാണല്ലോ. ഇൻ ടോട്ടോ ഞാൻ നേരത്തെ പറഞ്ഞു 20 മണ്ഡലത്തിലും ശബരിമലയുടെ ഇമ്പാക്ട് ഉണ്ട്. ദാറ്റ്സ് എ നമ്പർ 1. അതേസമയം നമ്പർ 2 എന്ന് പറയുന്നത് ശബരിമല ഇമ്പാക്ട് വളരെ കൂടുതലുള്ളത് തെക്കൻ കേരളത്തിൽ. അതെ. തൃശ്ശൂർ ഉൾപ്പെടുമോ? രണ്ടാമത്തെ പോയിന്റ് തൃശ്ശൂരിന് വടക്കോട്ട് ശബരിമലയുടെ ഒരു വലിയ ഇമ്പാക്ട് നമുക്ക് പറയാൻ സാധിക്കും. താരതമ്യേന കുറവാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ വോട്ട്, ഞാൻ അഭിലാഷ് പറയുന്ന പോയിന്റിലേക്ക് വരുന്നത്, അവിടെ വോട്ട് BJPക്ക് കഴിഞ്ഞ 2014 കൂടിയാൽ മോദി എന്ന് പറയുന്ന ഫാക്ടറിനെ ജനങ്ങൾ അംഗീകരിച്ചു എന്ന് നിങ്ങൾ പറയുന്നത്. ശരി, നമുക്ക് ആ വോട്ട് അനാലിസിസ് ചെയ്യാം. അതിനു മുമ്പ് ശ്രീ അജയ് തറയിൽ ഇവിടെയുള്ള ഒരു പ്രശ്നം, BJP നേരത്തെ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ലോജിക്കുള്ള കാര്യമാണ്. BJPക്ക് പൊട്ടൻഷ്യൽ വോട്ടേഴ്സ് എന്ന് പറയുന്ന ആളുകൾ ഇപ്പോൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവരാണ്. നിങ്ങളുടെ പ്രവർത്തകരെന്നോ നേതാക്കളെന്നോ ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങളുടെ വോട്ടേഴ്സാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു എഞ്ചിനീയറിംഗ് അവർ നടത്തേണ്ടതാണ്. പക്ഷേ അവരത് നടത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഭാവിയിൽ ഇനിയിപ്പോൾ ഈ ശബരിമല ഫാക്ടർ കൊണ്ടോ മറ്റ് ഫാക്ടേഴ്സ് കൊണ്ടോ ഇപ്പോൾ UDF-നൊരു വിജയമുണ്ടായാലും BJPക്ക് കിട്ടുന്ന ഓരോ വോട്ടും, അവർക്ക് കിട്ടുന്ന ഓരോ സാന്നിധ്യവും ആത്യന്തികമായി കോൺഗ്രസിന് വിനയാവില്ലേ? പൊട്ടൻഷ്യൽ വോട്ടർ കോൺഗ്രസിലാണ്. അത് നിങ്ങളുടെ എല്ലാവരുടെയും ആ ധാരണയെ ഞാൻ തിരസ്കരിക്കുകയാണ്. അതല്ല, കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഏതാന്ന് ചോദിച്ചാൽ അത് CPM.